സമസ്ത എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ 100-ാം വാർഷിക സമ്മേളനം കാസർഗോഡ് ജില്ലയിലെ കുനിയ എന്ന സ്ഥലത്ത് ഫെബ്രുവരി 4, 5, 6, 7, 8 തീയതികളിലായി വിജയകരമായി സമാപിച്ചിരിക്കുകയാണല്ലോ. ആ സമ്മേളനത്തിൻ്റെ വിജയത്തിൽ അതിൻ്റെ ഒരു അഭ്യുദയകാംക്ഷി എന്ന നിലക്ക് ഏറെ സന്തോഷം തോന്നുമ്പോഴും അതിൽ പാസാക്കിയ ചില പ്രമേയങ്ങളെക്കുറിച്ചുള്ള ചെറിയ തരത്തിലുള്ള ഒരു വിയോജിപ്പ് പ്രകടിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. സമസ്ത അതിൻ്റെ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയാണത്, ഉലമാക്കളുടെ കൂട്ടായ്മയാണത്. അത് മുസ്ലിം സാധാരണ ജനങ്ങളുടെ ഒരു കൂട്ടായ്മയല്ല, പകരം മുസ്ലിം പണ്ഡിതന്മാരുടെ ഒരു കൂട്ടായ്മയാണത്. അതുകൊണ്ട് തന്നെ സാമാന്യ ജനത്തിൽ ഉൾപ്പെടുന്ന എന്നെപ്പോലൊരു വ്യക്തിക്ക് അതിനോട് മതപരമായി ഉപദേശിക്കാനാവില്ല. സാധാരണ ജനങ്ങൾക്ക് മതപരമായ ഉപദേശം നൽകേണ്ട ഒരു ഇസ്ലാമിലെ പണ്ഡിതന്മാരുടെ കൂട്ടായ്മയാണ് സമസ്ത എന്നിരിക്കെ, സമസ്തക്ക് അതിൻ്റെ പ്രമേയങ്ങളിൽ വീഴ്ചകൾ എന്തെങ്കിലും സംഭവിച്ചു എന്ന് ചൂണ്ടിക്കാട്ടാനുള്ള അക്കാദമികമായ യോഗ്യത ഒരു സാധാരണ മുസ്ലിമിനില്ല എന്നുള്ളതാണ് വാസ്തവം. എന്നിരുന്നാലും പണ്ഡിതന്മാരെ സ്നേഹിക്കുകയും അവരുടെ കൂട്ടായ്മയെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തി എന്ന നിലക്ക് ഈ മാറിയ വളരെ ദുഷ്കരമായ രാഷ്ട്രീയ സാമൂഹ്യ സാഹചര്യത്തിൽ അവർ പാസാക്കിയ പ്രമേയങ്ങൾ അത് ഗുണകാംക്ഷയോടെ ചെയ്തതായിരിക്കാം എങ്കിൽ പോലും അതുണ്ടാക്കാൻ പോകുന്ന സാമൂഹ്യ രാഷ്ട്രീയ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് ദീർഘവീക്ഷണം പോരാ എന്ന് തോന്നിപ്പോവുകയാണ്. വിശുദ്ധ ഖുർആൻ അതിലെ നിരവധി അധ്യായങ്ങളിൽ, നിരവധി സൂക്തങ്ങളിൽ മാനവിക ഐക്യത്തെക്കുറിച്ചാണ് ഉത്ബോധനം നടത്തുന്നത്. സൂറത്ത് അൽ ബഖറയിലെ 213-ാമത്തെ സൂക്തം തന്നെ അത് വ്യക്തമായി പറയുന്നുണ്ട്. മനുഷ്യൻ ഒരു സമൂഹമായിരുന്നു, അത് പിരിഞ്ഞ് ഭിന്നിച്ച് പിന്നീട് അതിലേക്ക് പ്രവാചകന്മാരെ അയച്ച് അവരെ ഒന്നിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയും വേദങ്ങൾ നൽകപ്പെടുകയും ചെയ്തു. അവരെ ഒന്നിപ്പിക്കാൻ വേണ്ടിയായിരുന്നു ഈ ശ്രമങ്ങളെല്ലാം എന്ന് പറയുന്നു. അത് ചുരുക്കി പറയുകയാണ്. ഖുർആനിലെ അൽ ബഖറ 213 പരിശോധിക്കുന്നവർക്കറിയാം. അത് കൂടാതെ ഹുജൂറാത്ത്, മായിദ തുടങ്ങിയ നിരവധി സൂക്തങ്ങളിലും ആയത്തുകളിലും അത് വീണ്ടും വീണ്ടും മനുഷ്യ കുലത്തിൻ്റെ ഉത്ഭവത്തെപ്പറ്റി, അത് ഒറ്റ കുലമായിരുന്നു, ഒരു വർഗമായിരുന്നു, ഒരു വംശമായിരുന്നു എന്ന നിലക്കുള്ള ഖുർആന്റെ പരാമർശങ്ങൾ കാണാം. ഞാനിവിടെ ഇത് സൂചിപ്പിക്കാൻ കാരണം എൻ്റെ പാണ്ഡിത്യം വിളമ്പുക എന്ന ലക്ഷ്യത്തോടെയല്ല. അതായത് പൊതുവെ പറഞ്ഞു കേൾക്കുന്ന നമ്മുടെ സുന്നത്ത് ജമാഅത്തിന്റെ സർക്കിളുകളിൽ പൊതുവെ കേൾക്കാറുള്ളൊരു കാര്യമാണ് സുന്നികൾ ഒന്നിക്കണം എന്ന് പറയാറുണ്ട്. നല്ല കാര്യമാണ്, തീർച്ചയായും. സുന്നത്ത് ജമാഅത്തിന്റെ ഒരേ അഖിലുകാരായ, ഒരേ അഖീദ സ്വീകരിക്കുന്ന ആളുകൾ ഭിന്നിച്ചു നിൽക്കേണ്ടവരല്ല, അവർ ഒന്നിക്കേണ്ടതാണ്. ഖുർആൻ പറയുന്നത് സുന്നികൾ മാത്രം ഒന്നിച്ചാൽ പോരാ, സുന്നികളും മുജാഹിദുകളും ഒന്നിച്ചാൽ പോരാ, സുന്നികളും മുജാഹിദുകളും ജമാഅത്തും തബ്ലീഗും ഒന്നിച്ചാൽ പോരാ, മാനവരാശി ഒന്നടങ്കം ഒന്നിക്കണം എന്നുള്ളതാണ് ഖുർആന്റെ ആത്യന്തികമായ താല്പര്യം. എന്നിരിക്കെ നമ്മുടെ പണ്ഡിത സഭകൾ സഭ ചേർന്ന് സുന്നികൾ ഒന്നിക്കേണ്ടതിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ അതേ സ്വരത്തിൽ തന്നെ മറ്റു അവാന്തര വിഭാഗങ്ങളെ അകറ്റി നിർത്തേണ്ടതിനെ കുറിച്ചും അവർ വാചാലരാകുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാത്തത് കൊണ്ടോ മറ്റോ അസ്വസ്ഥതയുണ്ടാക്കുന്നത്. രാജ്യത്തെ സാമൂഹ്യ രാഷ്ട്രീയ സാഹചര്യം കണക്കിലെടുത്തുകൊണ്ട് വിരുദ്ധ രാഷ്ട്രീയ ചേരികളിൽപ്പെട്ടവരെ പോലും വേദിയിലിരുത്താമെന്നിരിക്കെ അവരെ ഇരുത്തിക്കൊണ്ട് തന്നെ മുസ്ലിങ്ങളുടെ തന്നെ അവാന്തര വിഭാഗങ്ങളെ മദ്ഹബുപരമായോ മറ്റോ ഉള്ള ഭിന്നതകളുടെ പേരിൽ വേറിട്ടു നിൽക്കുന്ന സംഘങ്ങളെ തീവ്രവാദികളായും ഭീകരവാദികളായും മുദ്ര കുത്തുന്നത് അത് എത്രമാത്രം അപക്വമാണ് എന്നാണ് തോന്നിപ്പോകുന്നത്. ഒരു സാധാരണ മുസ്ലിം വിശ്വാസി എന്ന നിലക്ക് തോന്നുന്നൊരു അഭിപ്രായം മാത്രമാണ് ഈ പ്രകടിപ്പിക്കുന്നത്. ഇസ്ലാമിനെ കുറിച്ച് അഭിപ്രായ പ്രകടനം നടത്താൻ ഇസ്ലാമികമായ അക്കാദമിക് ബാക്ക്ഗ്രൗണ്ട് വേണം, പാണ്ഡിത്യം വേണം എന്നൊക്കെ ഒരു വാദം നിലനിൽക്കുന്നുണ്ട് എന്ന് അറിയാതെയല്ല ഈ പറയുന്നത്. താൻ വിശ്വസിക്കുന്ന ഒരു പ്രമാണത്തെക്കുറിച്ച്, പ്രസ്ഥാനത്തെക്കുറിച്ച് അതിന് വിരുദ്ധമായ ചില നടപടിക്രമങ്ങളോ പ്രസ്താവനകളോ കേൾക്കുമ്പോൾ മാന്യവും
സൗമ്യമായ രീതിയിൽ അതിനെതിരെ പ്രതികരിക്കുക എന്നുള്ളത് വിശ്വാസിയുടെ കടമയാണെന്നുള്ള വിശ്വാസത്തിന്റെ പുറത്താണ് ഞാൻ ഇതിന് പ്രതികരിക്കാൻ മുതിരുന്നത്. സമസ്തയെയോ സമസ്തയുടെ പണ്ഡിത സഭകളെയോ ഇസ്ലാം മതം പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുകയല്ല. അവരെ സാമൂഹ്യ നന്മകളെക്കുറിച്ചോ രാഷ്ട്രീയ സാഹചര്യത്തെക്കുറിച്ചോ ഓർമ്മപ്പെടുത്തുകയുമല്ല. പക്ഷേ ഒരു വിരുദ്ധ രാഷ്ട്രീയക്കാരെ പോലും വിരുദ്ധ ചേരികളിലുള്ളവരെ പോലും ഉൾക്കൊള്ളാനുള്ള സന്നദ്ധത അതേറ്റവും ശ്ലാഘനീയമായ കാര്യം തന്നെ. അതേ സമയത്ത് സ്വന്തം മതത്തിലെ തന്നെ അവാന്തര വിഭാഗങ്ങൾക്കെതിരെ പ്രമേയം പാസാക്കുക എന്നുള്ളത് അത്ര നല്ലൊരു കാര്യമായി തോന്നുന്നില്ല, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഈ രാഷ്ട്രീയ സാമൂഹ്യ സാഹചര്യത്തിൽ. ജമാഅത്തെ ഇസ്ലാമിയെ സൂക്ഷിക്കണമെന്നും മുജാഹിദുകളെ കരുതിയിരിക്കണമെന്നും തബ്ലീഗുകാരെ അകറ്റി നിർത്തണമെന്നും പറയുമ്പോൾ നമുക്ക് പ്രത്യേകിച്ചൊന്നും സാധാരണ നിലക്ക് തോന്നേണ്ടതല്ല. സ്വാഭാവികമായും അതുള്ളതാണ്. കാരണം അവർ ഇവരിൽ നിന്ന് അഖീദപരമായി വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്ന നിലപാടുള്ളതുകൊണ്ടാണല്ലോ വേറിട്ട സംഘങ്ങളായി അവർ പിരിഞ്ഞു പോയിട്ടുള്ളത്. അതേ സമയത്ത് ഈ രാഷ്ട്രീയമായും സാമൂഹ്യമായും ഉൾക്കൊള്ളേണ്ട, ഇൻക്ലൂസീവ് ആകേണ്ട, കൂടുതൽ ഇൻക്ലൂസീവ് ആയിരിക്കേണ്ട ഈ ഒരു ഘട്ടത്തിൽ അതുമായി ബന്ധപ്പെട്ടിട്ട് അത്തരമൊരു വേദിയിൽ അത്തരക്കാരെ കൂടെ ഇരുത്തിക്കൊണ്ട് തന്നെ ഒരു വിഭാഗത്തെ കൂടെ ഇരുത്തിക്കൊണ്ട് തന്നെ മറ്റൊരു വിഭാഗത്തെ ആക്ഷേപിക്കുന്ന സ്വരത്തിൽ അവർക്കെതിരെ പ്രമേയം പാസാക്കുക എന്നുള്ളത് ആ കൂടെ ഇരിക്കുന്നവർക്ക് തന്നെ ഭാവിയിൽ ആയുധമാക്കാനുള്ള വക ഒരുക്കി കൊടുക്കുകയല്ലേ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. വ്യക്തമായി പറഞ്ഞാൽ RSSനെയോ ബജ്രംഗ് ദളിനെയോ ഉൾക്കൊള്ളാമെന്നിരിക്കെ ജമാഅത്തെ ഇസ്ലാമിയെയോ മുജാഹിദിനെയോ തബ്ലീഗിനെയോ ഉൾക്കൊള്ളാനാവില്ല എന്ന് ഒരു സുന്നി പണ്ഡിത സഭ പ്രഖ്യാപിക്കുന്നതിലെ അപാകത ചിന്തിച്ചു പോയി എന്ന് മാത്രം. ഇവിടെ ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമയുടെ CA മൂസ മൗലവി പറഞ്ഞ ഒരു അഭിപ്രായമാണ് സാധാരണ മുസ്ലിം വിശ്വാസി എന്ന നിലയ്ക്ക് എനിക്കും പറയാമെന്ന് കരുതുന്നത്. കേരളത്തിൽ, ഭാരതത്തിൽ ഒട്ടാകെ തന്നെ ഇസ്ലാമിൻ്റെ പേരിൽ തീവ്ര ഭീകര നടപടികളിൽ ഏർപ്പെട്ടിട്ടുള്ള ഒരു സംഘടനയും ഇല്ല എന്നുള്ളതാണ് വസ്തുത. സത്യത്തിൽ കോൺഗ്രസ് ഭരണകാലത്ത് ചില മൗലാനമാരെ റിക്രൂട്ട് ചെയ്ത് തീവ്രവാദി സംഘങ്ങൾക്ക് രൂപം നൽകി പിന്നീട് അതിൽ ആകൃഷ്ടരാകുന്ന യുവാക്കളെ തെരഞ്ഞുപിടിച്ച് ജയിലിലടക്കുന്ന ഒരു സമ്പ്രദായം, അതിനു വേണ്ടിയുള്ള ഒരു സംവിധാനങ്ങൾ കോൺഗ്രസ് ഭരണകാലത്ത് ഉണ്ടായിരുന്നതായി കേൾക്കുന്നു. അതിന്റെ പറ്റിയുള്ള സത്യാവസ്ഥ എന്തൊക്കെയാണെങ്കിലും നിരവധി ചെറുപ്പക്കാരെ ആ കാലഘട്ടത്തിൽ ചിദംബരം പോലുള്ള ആഭ്യന്തരമന്ത്രിമാരുടെ കാലത്ത് ജയിലിലടക്കപ്പെടുകയുണ്ടായി എന്നുള്ളതൊരു വസ്തുതയാണ്, സാധാരണ ഓരോരുത്തർക്കും അറിയാവുന്ന കാര്യവുമാണ്. അതെന്തൊക്കെ തന്നെയായാലും മുജാഹിദുകളോ ജമാഅത്തുകാരോ തബ്ലീഗുകാരോ തീവ്രത ആരോപിക്കുമ്പോൾ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. അവർ വിശ്വാസത്തിൻ്റെയും അതനുസരിച്ചുള്ള അനുഷ്ഠാനത്തിൻ്റെയും കാര്യത്തിലുള്ള തീവ്രതയാണ് പ്രകടിപ്പിക്കുന്നത്. മറിച്ച് മറ്റ് സമുദായങ്ങളോടോ മതവിഭാഗങ്ങളോടോ തീവ്ര നിലപാടെടുത്ത് അവരെ ആക്രമിക്കാനോ ആക്രമണോത്സുകത വളർത്തുന്ന പ്രസ്താവനകൾ നടത്താനോ അവർ ഒരിക്കൽ പോലും തയ്യാറായിട്ടില്ല. ഒരിക്കൽ പോലും അവരുടെ ചരിത്രത്തിൽ അത് കാണുന്നില്ല എന്നതുകൂടിയാണ് അവർക്കെതിരെ ഇങ്ങനെ ഒരു പൊതുവേദിയിൽ വെച്ച്, ഇത്ര മഹാസംഗമത്തിൽ വെച്ച്, മറ്റു വിരുദ്ധ വിഭാഗങ്ങൾ കൂടി സന്നിഹിതരായിരിക്കുന്ന ഒരു സദസ്സിൽ വെച്ച് ഇത്തരം ഭീകരവാദ ആരോപണം ഉന്നയിക്കുമ്പോൾ വേവലാതി തോന്നുന്നത് അതുകൊണ്ടാണ്. കാരണം ഇന്ന് വരെയുള്ള ഇന്ത്യൻ മുസ്ലിം വിഭാഗങ്ങളുടെ ചരിത്രം പരിശോധിച്ചാൽ അവരിൽ ഒരു വിഭാഗം പോലും കരുതിക്കൂട്ടി മറ്റ് മതവിഭാഗങ്ങളെ ആക്രമിക്കാൻ പ്രേരിപ്പിക്കാനോ ശ്രമിച്ചിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. ഇനി നമ്മൾ ഇവിടെ പറഞ്ഞു കേൾക്കുന്നത് സുന്നി ടൈഗർ ഫോഴ്സ് തുടങ്ങിയ സംഘടനകളെ കുറിച്ചാണ്. പൊതുവെ എല്ലാവരും എടുത്തു പറയാറുണ്ട്. സുന്നി ടൈഗർ ഫോഴ്സ് രൂപീകരിച്ച് ഹിന്ദുക്കളെയോ ക്രിസ്ത്യാനികളോ മറ്റു മത വിഭാഗങ്ങളെയോ ആക്രമിക്കാൻ വേണ്ടിയല്ല. സമസ്തയിൽ നിന്ന് വേറിട്ട് വന്ന ഒരു പശ്ചാത്തലത്തിൽ സമസ്തയിൽ തന്നെ മറ്റു വിഭാഗങ്ങളെയും മുസ്ലിങ്ങളായ മറ്റു വിഭാഗങ്ങളെ ആ രീതിയിൽ എതിർക്കാൻ വേണ്ടിയും പ്രതിരോധിക്കാൻ വേണ്ടിയും ഉണ്ടാക്കപ്പെട്ട ഒരു സംവിധാനമായിരുന്നു താൽക്കാലികമായി അത്. അതിനെപ്പറ്റി പറഞ്ഞ് മുസ്ലിം സംഘടനകൾ തീവ്രവാദ പ്രവർത്തനങ്ങളിൽ മുഴുകിയതിന്റെ ചരിത്രമുണ്ട് എന്ന് പറയുന്നതിൽ യാതൊരു യുക്തിയും കാണാനാവില്ല. മാപ്പിള മലയാളത്തിൽ പറഞ്ഞാൽ, മാപ്പിള മലയാളം എന്ന് പറയുമ്പോൾ ഷേക്സ്പീരിയൻ ഇംഗ്ലീഷ് എന്നൊരു ഇംഗ്ലീഷ് ഉണ്ട്, അതുപോലെ മാപ്പിള മലയാളമുണ്ട്, മാപ്പിളപ്പാട്ട് മലയാളവുമുണ്ട്. അതിൽ പറഞ്ഞാൽ സമസ്തയോട് ഏറെ പിരിശമുണ്ട്,
പക്ഷേ സംസ്ഥയുടെ ഇത്തരം പ്രഖ്യാപനങ്ങളോട് തീർച്ചയായും നേരിയ അരിശവുമുണ്ട്. പിരിശത്തോടെയുള്ള അരിശമാണിതെന്ന് കണക്കാക്കിയാൽ മതി. മുസ്ലിങ്ങൾ ഇത്രക്കേ ഉള്ളൂ, ഞങ്ങളിങ്ങനെ ഒരിക്കലും യോജിപ്പിലല്ല, ഞങ്ങൾ ഭിന്ന ഗോത്രങ്ങളാണ്, ഭിന്ന വിഭാഗങ്ങളാണ്, ഞങ്ങൾക്ക് ഐക്യത്തിൻ്റെ ശക്തി തീരെയില്ല എന്ന് പ്രഖ്യാപിക്കുന്ന തരത്തിൽ നമുക്ക് മുസ്ലിങ്ങൾ അവാന്തര വിഭാഗങ്ങൾ പരസ്പരം പഴിചാരരുത്, പ്രമേയങ്ങൾ പാസാക്കരുത് എന്നേ അഭ്യർത്ഥിക്കാനുള്ളൂ.